പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് അബ്സോർപ്ഷൻ മെക്കാനിസം ആയിരുന്നു. ഒന്ന് പാസീവ് അബ്സോർപ്ഷൻ, മറ്റൊന്ന് ആക്റ്റീവ് അബ്സോർപ്ഷൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ആക്റ്റീവ് അബ്സോർപ്ഷനും പാസീവ് അബ്സോർപ്ഷന്റെ ഒക്കെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആ വാട്ടർ അബ്സോർപ്ഷൻ വഴി ഏത് വലിയ ചെടികളിലേക്കും വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെടികൾക്കുള്ളിലുണ്ട്. നമ്മൾ ഈ പറയുന്ന വെള്ളത്തിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ. കൊഹഷൻ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ മോളിക്യൂൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഒരു ബന്ധമാണ് കൊഹഷൻ. എന്നാൽ അഡ്ഹഷൻ എന്ന് പറഞ്ഞാലോ വെള്ളവും സൈലവും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ വെള്ളം ഒരു ചാനലായി പോകുമ്പോഴാണ് വെള്ളം മുകളിലോട്ട് എത്തുന്നത്. സെക്വയ പോലുള്ള തേക്ക് പോലെയുള്ള തെങ്ങ് പോലെയുള്ള വലിയ മരങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് വെള്ളത്തിന്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് പറയാൻ പോകുന്നത്. വെള്ളത്തിന്റെ അബ്സോർപ്ഷനിൽ പലപ്പോഴും എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അസെന്റ് ഓഫ് സാപ്പ്. എന്താണ് അസെന്റ് ഓഫ് സാപ്പ്? The upward movement of water from roots to the aerial part of the plants through xylem is called ascent of sap. Ascent of sap എന്ന് പറയുന്നത് the upward movement of water from the roots to the aerial part of the plants through the xylem is called ascent of sap. നമ്മൾ ഇതുവരെ സൈലത്തിന് എവിടെയും പ്രതിപാദിച്ചിട്ടില്ലായിരുന്നു അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പാസീവ് അബ്സോർപ്ഷനിലും ആക്റ്റീവ് അബ്സോർപ്ഷന്റെ ഓസ്മോട്ടിക് തിയറിയിലും നോൺ ഓസ്മോട്ടിക് തിയറിയിലും ഒന്നും എവിടെയും പ്രതിപാദിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന അസെന്റ് ഓഫ് സാപ്പ്. അവിടെ സൈലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വരുന്നു. സൈലം എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോംപ്ലക്സ് ടിഷ്യൂ വിച്ച് ഈസ് ഹെൽപ്പിംഗ് ടു ട്രാൻസ്പോർട്ട് വാട്ടർ ഫ്രം ദ റൂട്ട് ടു ദ ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വെള്ളത്തിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് സൈലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈലത്തിന്റെ സഹായത്തോടു കൂടി ജലം മുകളിലോട്ടെത്തുന്ന പ്രക്രിയയുടെ പേരാണ് അസെന്റ് ഓഫ് സാപ്പ്. നമുക്ക് കാണാം ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. നോക്കൂ നിങ്ങൾ, ഇതാണ് അസെന്റ് ഓഫ് സാപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. സൈലം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ടിഷ്യൂ ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അതിന്റെ ബേസിൽ അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു. ഇവിടെ ട്രാൻസ്പിരേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്പിരേഷന്റെ ഭാഗമായിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ടെൻഷൻ അല്ലെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഫീലിംഗ് ആണ്, അത് റൂട്ടിലോട്ട് എത്തുകയും അതിന്റെ ആനുപാതികമായിട്ട് വെള്ളം മുകളിലോട്ട് കയറുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുന്നത്. ഇത് വലിയ ചെടികളിൽ വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏറ്റവും വലിയൊരു ചെടിയാണ്. ഈ ചെടിയിൽ വരെ ഈ വെള്ളത്തിന്റെ പ്രവണത നിലനിൽക്കുന്നത് സൈലം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഉള്ള ഈ കോംപ്ലക്സ് ടിഷ്യൂസിന്റെ പ്രസൻസിൽ നടക്കുന്ന ഈ പ്രക്രിയയുടെ പേരാണ് അസെന്റ് ഓഫ് സാപ്പ്. നമ്മൾ ഇതിനെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് അസെന്റ് ഓഫ് സാപ്പ്? ആൾസോ കോൾഡ് ആസ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ. ഇത് നമ്മൾ പോപ്പുലർ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. The ascent of sap in the xylem tissue of plant is the upward movement of water and minerals from the root to the crown. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ വെള്ളം മാത്രമല്ല ലവണങ്ങളും മുകളിലോട്ട് പോവാറുണ്ട്. ദ സാപ്പ് മീൻസ്, സാപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ ഓഫ് സ്റ്റോർഡ് മിനറൽ. വെറും വെള്ളം മാത്രമല്ല പോകുന്നത്, അതിന്റെ കൂടെ തന്നെ ചിലപ്പം ചില മിനറൽസ് പോവാം, ന്യൂട്രിയൻസ് പോവാം, വേസ്റ്റ് ആൻഡ് വാട്ടർ പോവാം, വിച്ച് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് എസ്പെഷ്യലി ഇൻ നോൺ വുഡി പ്ലാന്റ്സ്. അപ്പൊ നോൺ വുഡി പ്ലാന്റിൽ അടക്കം ഈ പറയുന്ന പ്രക്രിയ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ദ മെക്കാനിസം ഓഫ് അസെന്റ് ഓഫ് സാപ്പ് ഈസ് നോട്ട് വെൽ അണ്ടർസ്റ്റുഡ്. ഇതുവരെ ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്നും ആരും പഠിച്ചിട്ടില്ല. എ നമ്പർ ഓഫ് തിയറീസ് ഹാവ് ബീൻ പുട്ട് ഫോർ. ഒരുപാട് തിയറിയുടെ ബേസിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സൈലം പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ അസെന്റ് ഓഫ് സാപ്പ്. ഈ അസെന്റ് ഓഫ് സാപ്പിൽ സൈലം വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കുന്നുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട തിയറികൾ ഏതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറി, റൂട്ട് പ്രഷർ തിയറി ആൻഡ് ഫിസിക്കൽ തിയറി. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറിയാണ്. അതിലൊന്ന് കോർലിസ്കിന്റെ തിയറി ഉണ്ട്, ജെസി ബോസിന്റെ തിയറി ഉണ്ട്, ഇതിനെ ഒപ്പോസ് ചെയ്ത സ്ട്രാസ്ബർഗർ ഉണ്ട്, സപ്പോർട്ട് ചെയ്ത മോളിഷ്ഫ്യൂ ഉണ്ട്, ആൻഡ് അത് ചില സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള തിയറിന്റെ ബേസിലാണ് നമ്മൾ ഈ അസെന്റ് ഓഫ് സാപ്പ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറിയാണ്. എന്താണ് വൈറ്റൽ ഫോഴ്സ് തിയറി?
വൈറ്റൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവഫലം ഇതിന്റെ ഇടയിൽ ഇടപെടുന്നുണ്ട്. ആ ജീവബലത്തിന്റെ പ്രസൻസിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് നടക്കുന്നത്. എന്താണ് ആ ജീവബലം? This theory states that the vital capacity of the living cell is responsible for the ascent of sap. വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ കപ്പാസിറ്റി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. Living cells like xylem parenchyma cell remain intimately associated with the vessels and tracheids. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻ നടക്കുന്നുണ്ട്. സൈലം പാരങ്കൈമ വളരെ ക്ലോസ് ആയിട്ട് സൈലം വെസലും ട്രക്കേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. The vital theories are classified into we can say that Godel-Vasky relay pump theory and Bose pulsatory movement theory. അപ്പം വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വൈറ്റൽ ഫോഴ്സ് തിയറിക്ക് രണ്ട് സപ്പോർട്ടിംഗ് തിയറികളുണ്ട്. ദാറ്റ് ഈസ് ദ റിലേ പമ്പ് തിയറി ആൻഡ് ബോസ് പൾസലേറ്ററി തിയറി. എന്താണ് ഫസ്റ്റ് വൺ? ഗോഡ്സ്വേഗർ റിലേ തിയറി എന്താ നമുക്ക് നോക്കാം. This theory proposed is clambering or relay pump theory to explain the vertical movement of water through the plant. ഇത് ചെടിയുടെ വളരെ പ്രധാനപ്പെട്ട വെർട്ടിക്കൽ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ്. He thought that ഇദ്ദേഹം പറയുന്നത് a rhythmic change in the water potential of the living cell like xylem parenchyma medullary rays caused pumping action to raise water vertically against the gravity. അപ്പം ഒരു ചെയിൻ പോലെ വാട്ടർ ഇങ്ങനെ ഒരു ചെയിൻ പോലെ മുകളിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. With a decrease in water potential of this living cell, water diffuses into the form of adjacent bordering vessel which act as a reservoir of water. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ വെള്ളം എത്തിച്ച് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു ചെയിൻ പോലെ വെള്ളം മുകളിലോട്ട് പോകുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വൈറ്റൽ പമ്പ് തിയറി എന്ന് പറയുന്നത്. Thus, strain case type of movement occurs. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ്, ദാറ്റ് മൂവ്മെന്റ് ഈസ് കോൾഡ് സ്റ്റെയർ കേസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ കോണിയുടെ പോലെ ഇങ്ങനെ അടുത്ത ഒരു സ്റ്റെപ്പിൽ നിന്നും മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് സ്റ്റെയർ കേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റിലൂടെ വെള്ളം മുകളിലോട്ട് പോകുന്ന പ്രക്രിയയുടെ പേരാണ് വൈറ്റൽ പമ്പ് തിയറിയിലെ റിലേ പമ്പ് തിയറി എന്ന് പറയുന്നത്. Then Bose pulsatory movement theory, മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ബോസ് പൾസേറ്ററി മൂവ്മെന്റ് തിയറി. ജെസി ബോസ് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. Proposed a vital theory for the ascent of sap. He experimentally showed that the living cell of the innermost layer of the cortex were in state of pulsatory motion, that is alternate expansion and കോൺട്രാക്ഷൻ. അങ്ങനെ ഒരു കോൺട്രാക്ഷന്റെയും അതേപോലെ തന്നെ എക്സ്പാൻഷന്റെയും ബേസിൽ ഉള്ള വെള്ളത്തിന്റെ മൂവ്മെന്റിനെ പറ്റി പറയുന്ന തിയറിയാണ് പൾസേറ്ററി മൂവ്മെന്റ് തിയറി. ദിസ് പൾസേഷൻ അക്കോർഡിംഗ് ടു ഹിം കോസ്റ്റ് ദ പമ്പിംഗ് ഓഫ് വാട്ടർ ഫ്രം സെൽ ടു സെൽ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഒരു സെൽ ടു സെൽ അപ്വേർഡ് ഡയറക്ഷനിലാണ് വെള്ളം എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻ നീഡിൽ അറ്റാച്ച്ഡ് ടു ദ ഗാൽവനോമീറ്റർ വാസ് ഇൻസേർട്ടഡ് ഇൻ ദ പ്ലാന്റ് സ്റ്റെം. Galvanometer shows slow oscillation, but when it touched the cortex cell, it turned violent, indicating that the cell were pulsating. അങ്ങനെ സെല്ല് പൾസേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ വെള്ളം ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് തിയറി ഈസ് കോൾഡ് പൾസേറ്ററി മൂവ്മെന്റ് തിയറി. ഓക്കെ, ഇങ്ങനെയാണ് ആ മൂവ്മെന്റ് പോകുന്നത്. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് എ ഹെഡ് ബീറ്റിംഗ് ലൈഫ് ലെവൽ ടൈപ്പ് ആണ് ഇതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. യു ക്യാൻ സീ ദ ക്ലിയർ കട്ട് കൺസെപ്റ്റ്. വളരെ ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺ എക്സ്പെരിമെന്റ്, ഓൺ എക്സ്പാൻഷൻ ഓഫ് ദ സെൽ absorbed water from the lower cell, and on contraction water was pumped into the next higher cell. Bose also observed that for one pulsation it took 14 seconds to several minutes. This pulsation was called by Jesse Bose as the heart beating of plants. അപ്പൊ പ്ലാന്റിന്റെ ഹേർട്ട് ബീറ്റിംഗ് പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് this particular concept called pulsation theory. Then another important theory is called root pressure theory. എന്താണ് root pressure theory? Due to accumulation of water absorbed by the root, a hydrostatic pressure is developed in the root system called root pressure. അപ്പൊ റൂട്ടിന് ഒരു പ്രഷർ ഉണ്ട് വെള്ളം വലിച്ചെടുക്കാനുള്ള. ആ വെള്ളം വലിച്ചെടുക്കുന്നതിന്റെ പ്രഷറിലാണ് മുകളിലോട്ട് വെള്ളം കയറുന്നത് എന്ന് പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയുടെ പേരാണ് റൂട്ട് പ്രഷർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തിയറി വൈറ്റൽ തിയറിയാണ്. അതിൽ രണ്ട് തിയറി പറഞ്ഞു. നമ്മൾ സെക്കൻഡ് വൺ റൂട്ട് പ്രഷർ തിയറിയാണ്. If the stem of the plant is cut near to the base, xylem sap is seen to flow out through the cut end.
This phenomenon is called bleeding or exudation. അപ്പൊ നമ്മൾ ചില പ്ലാന്റിന്റെ ചില അറ്റം മുറിക്കുന്ന സമയത്ത് വെള്ളം ഒലിച്ചു പോകുമ്പോൾ ചില ബാമ്പു പോലെയുള്ള പ്ലാന്റ് നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം അവിടെ ഒരു പ്രഷറിന്റെ ബേസിലാണ് ഈ വെള്ളം നിൽക്കുന്നത്. അവിടെ മുറിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം പുറത്തോട്ട് പോകുന്നു എന്നുള്ളതാണ്. Pressure of 0.5 or 0.6 megapascal have been recorded, although in most plant value do not exceed 0.1 megapascals. This root pressure is an osmotic phenomenon. If root is supplied with isotonic or hypertonic solution, root pressure disappears. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ നിങ്ങൾക്കറിയാം. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ആണ്, ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ ലെസ് കോൺസെൻട്രേറ്റഡ് ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ആ തിയറിയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ്, റൂട്ടിന്റെ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ടാണ് ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നത്. അങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന കൺസെപ്റ്റിന്റെ പേരാണ് റൂട്ട് പ്രഷർ തിയറി എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി, ഏറ്റവും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത തിയറി എന്ന് പറഞ്ഞാൽ കോഹഷൻ ടെൻഷൻ തിയറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ ഈ അസെന്റ് ഓഫ് സാപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടതും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുമായിട്ടുള്ള തിയറി കോഹഷൻ അഡ്ഹഷൻ തിയറിയാണ്. എന്താണ് ഈ കോഹഷൻ ടെൻഷൻ തിയറി ഓർ കോഹഷൻ അഡ്ഹഷൻ തിയറി? ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ദാറ്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് വാട്ടർ ഫ്ലോ അപ്വേർഡ്സ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി through the xylem of plant. It was proposed in 1894 by John Joly and Henry Dixon. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ജോളി ആൻഡ് ഡിക്സൺ ഹൈപ്പോത്തിസിസ് എന്നും പറയാറുണ്ട്. ഇറ്റ് അലോസ് പ്ലാന്റ് ടു ഡ്രോ വാട്ടർ ഫ്രം ദ റൂട്ട് ത്രൂ ദ സൈലം ടു ദ ലീഫ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോഹഷൻ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കോഹഷൻ അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം തമ്മിലുള്ള ബന്ധമാണ്. വെള്ളം തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ വെള്ളവും സൈലവും തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പൊ ഇതാണ് വെള്ളം. ഈ വെള്ളം ഇതിലെ റൂട്ട് വഴി വന്ന് റൂട്ട് കോട്ടക്സ് വഴി സ്റ്റെമ്മിലെത്തി ഇതിങ്ങനെ ഈ പറയുന്ന ഇവിടെ സൈലം ഉണ്ട്, സൈലവുമായിട്ട് കയറി പിടിച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്നത് കൊണ്ട് വെള്ളം മുകളിലോട്ട് പോകുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന കോഹഷൻ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് തിയറി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ തിയറിയുടെ പേരാണ് കോഹഷൻ ടെൻഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രോസസ് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ റൂട്ടിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ഡിഫറെന്റ് ആസ്പെക്ട്സ്. ഒന്ന് കോഹഷൻ എന്താണ്, ഒന്ന് അഡ്ഹഷൻ എന്താണ്. കോഹഷൻ between the water molecule help create in a tension enable water to be pulled upwards. ഓക്കെ, വെള്ളം മുകളിലോട്ട് പോകാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നു. അഡ്ഹഷൻ occurs between the cellulose and water. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളവും അതേപോലെ തന്നെ സെല്ലുലോസ്, ദാറ്റ് മീൻസ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന സെൽ വാൾ അതല്ലെങ്കിൽ സൈലം എലമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രോസസ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വാട്ടർ പൊട്ടൻഷ്യൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, സൈലം വെസൽ ആക്റ്റീവ് ആവുന്നുണ്ട്, ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ വെള്ളം സ്വാഭാവികമായിട്ടും ഒരു വാട്ടർ വേപ്പർ പോലെ പുറത്തോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ വെള്ളത്തിന്റെ ആവശ്യം വരും. ആ വെള്ളത്തിന് ആവശ്യത്തിനനുസരിച്ച് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ടെൻഷന്റെ ബേസിലാണ് പലപ്പോഴും വെള്ളം മുകളിലോട്ട് എത്തുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ റൂട്ട് പ്രഷർ തിയറി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഇത് കൂടാതെ വേറെ കുറെ തിയറികൾ ഉണ്ട്. അതിലൊരു തിയറിയാണ് ഫിസിക്കൽ ഫോഴ്സ് തിയറി. അപ്പൊ ഒന്നാമത്തെ തിയറി നമുക്കറിയാം വൈറ്റൽ ഫോഴ്സ് തിയറി, രണ്ടാമത്തെ റൂട്ട് പ്രഷർ തിയറി, മൂന്നാമത്തത് ഫിസിക്കൽ ഫോഴ്സ് തിയറി. അതിന്റെ അടുക്കാണ് നമ്മൾ കോഹഷൻ ടെൻഷൻ തിയറി പറഞ്ഞിട്ടുണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഫിസിക്കൽ തിയറി. സോ വാട്ട് ഈസ് ഫിസിക്കൽ ഫോഴ്സ് തിയറി? Physical force theory suggests that ascent of sap takes place through the dead xylem vessel. The mechanism is entirely physically and living cells are not involved. അപ്പോൾ ഒരു ഫിസിക്കൽ ബേസിന്റെ പ്രഷർ കൊണ്ട് വെള്ളം മുകളിലോട്ട് പോകുന്നു. That is what is called physical theory. Physical force theory are follows. They are atmospheric pressure theory, capillary theory, imbibitional theory, cohesion tension theory. So these are the four important theory that we are going to discuss about ascent of sap. അപ്പം അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ascent of sap എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട തിയറിറ്റിക്കൽ ബേസിന്റെ ഭാഗമായിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ 3 തിയറി ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്ന് vital force theory, second one root pressure theory, third one is called physical force theory. Physical force theoryയുടെ പ്രധാനപ്പെട്ട തിയറിയിലെ 4 പ്രധാനപ്പെട്ട തിയറികളുണ്ട്. അതിലൊന്ന് അറ്റ്മോസ്ഫറിക് പ്രഷർ തിയറി ഉണ്ട്, രണ്ടാമത്തത് കപ്പിലാരിറ്റി തിയറി ഉണ്ട്, മൂന്നാമത്തെ ഇംബൈബിഷൻ തിയറി ഉണ്ട്, നാലാമത്തെ കോഷൻ ടെൻഷൻ തിയറി ഉണ്ട്. ഈ കോഷൻ ടെൻഷൻ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബേസിലാണ് പലപ്പോഴും അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുന്ന അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ നടക്കുന്നത്. അതുവഴിയാണ് ജലം മുകളിലോട്ട് പോകുന്നത്. സോ വി വിൽ ഡിസ്കസ് കോഷൻ ടെൻഷൻ തിയറി, ഇംബൈബിഷൻ തിയറി, capillarity theory, atmospheric pressure theory in next class. Thank you.